വൈ ഡു യു കീപ് ബൈയിങ് തിങ്സ് ദാറ്റ് യു ഡോണ്ട് നീഡ്? കുറച്ചാഴ്ച മുന്നേ ഞാൻ ആമസോണിൽ കുറച്ച് സാധനങ്ങൾ കാർട്ടിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തു, എനിക്ക് കിട്ടി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ആമസോണൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി. എനിക്കൊരു ഇൻറ്റൻഷനും ഇല്ല, എനിക്ക് വാങ്ങാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളും ഇല്ല. ബട്ട് ദെൻ സിംപ്ലി ഞാൻ ആമസോൺ എടുക്കുകയാണ്. കുറച്ച് നേരം അതിലിങ്ങനെ ബ്രൗസ് ചെയ്തു. എന്നിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടു. പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ ഒരു സാധനം ക്യാഷ് കൊടുത്ത് ഓർഡർ ചെയ്യാണ്ട് ഐ എം നോട്ട് ഏബിൾ ടു സ്ലീപ്പ്. അങ്ങനെ ഞാൻ എന്തായാലും വലിയ പൈസയൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ട് ഈ സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് 1 വീക്കിനുള്ളിൽ തന്നെ സാധനം എൻ്റെ കയ്യിൽ എത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ ഒരു സാധനം കൊണ്ട് എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു യൂസ് പോലും ഇല്ല. മേ ബി ഒരു 1 ടൈം യൂസ് ചെയ്തിട്ട് കളയാം, അല്ലെങ്കിൽ എനിക്ക് ഒരു പർപ്പസ് ഇല്ലാണ്ട് ഞാൻ വാങ്ങിയ പോലെയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഐ എം ബൈയിങ് തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട്. ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ നിങ്ങളും പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങൾ യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സാധനങ്ങൾ. എനിക്ക് ഏതൊരു സാധനത്തിൻ്റെ ബാക്ക് എൻഡിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കുറച്ചൊന്ന് റിസർച്ച് ചെയ്തു, ഒന്ന് പഠിച്ചു. വൈ ഡു ഐ ബൈ തിങ്സ് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട്? ഇതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്തു. കൺസ്യൂമർ സൈക്കോളജി, അതുപോലെ തന്നെ ഈ ഡോപ്പാമിൻ, ഈ ഒരു കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അതിൽ മെയിൻ കാര്യമാണ്, വി ആർ നോട്ട് ബൈയിങ് പ്രോഡക്ട്സ്, വി ആർ ബൈയിങ് ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഞാൻ ഒരു നൈക്കിൻ്റെ ഷൂ, ഒരു 10,000 റുപ്പീസ് കൊടുത്തൊരു നൈക്കിൻ്റെ ഷൂ വാങ്ങുമ്പോൾ ഐ എം നോട്ട് ജസ്റ്റ് ബൈയിങ് എ ഷൂ, ഐ എം ബൈയിങ് ആൻ ഐഡൻറ്റിറ്റി ഓഫ് എൻ അത്ലീറ്റ്. കാരണം ബ്രാൻഡ്സിനൊക്കെ ഒരു കാര്യം നല്ലോണം അറിയാം, നിനക്ക് ഒരു ഐഡൻറ്റിറ്റി ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നിനക്കൊരു ആസ്പിറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ലൈക്ക് ദ പേഴ്സൺ യു ആർ റൈറ്റ് നൗ ആൻഡ് ദ പേഴ്സൺ യു വാണ്ട് ടു ബിക്കം. നീ ഇപ്പോൾ അധികം ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരാളാണ്, പക്ഷെ നിനക്ക് നല്ല ഡിസിപ്ലിൻഡ് ആവണം, നിനക്കൊരു അത്ലീറ്റ് ആവണം എന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബ്രാൻഡ്സിന് ഈ ഒരു പെയിൻ പോയിന്റിലേക്ക് ടാപ്പ് ചെയ്യാൻ അറിയാം. നിനക്ക് സെല്ല് ചെയ്യുക പ്രൊഡക്ട്സ് ആയിരിക്കില്ല, അവർ നിനക്ക് സെല്ല് ചെയ്യുക ഈ ആസ്പിറേഷൻ ഗ്യാപ്പ്, ഈ ഒരു ഐഡൻറ്റിറ്റി ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് റോളക്സ്. ദേ ആർ നോട്ട് ജസ്റ്റ് സെല്ലിങ് വാച്ചസ്, ദേ ആർ സെല്ലിങ് വെയ്റ്റ് ലിസ്റ്റ്. യെസ്, അതായത് അവർ സെല്ല് ചെയ്യുന്നത് ഒരിക്കലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം വാച്ച് കൊടുക്കുക എന്നുള്ളതിലുപരി ദേ ആർ സെല്ലിങ് വെയ്റ്റ് ലിസ്റ്റ്. അതായത് പൈസ ഉള്ള ഒരാൾക്ക് വരെ ഇത് കിട്ടണമെങ്കിൽ അവർ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ദേ ഷുഡ് ബി ഹയർ സ്റ്റാറ്റസ് പേഴ്സൺ. ഇത് ഞാൻ പറഞ്ഞ ബ്രാൻഡ്സിന് നമ്മുടെ പെയിൻ പോയിന്റ്സ് നല്ലോണം അറിയാം. അപ്പോൾ നമ്മുടെ ആ ആസ്പിറേഷണൽ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അവർ ഡിസൈൻ ചെയ്യാനോ അവർ റെഡിയാണ്, അവരത് സെല്ല് ചെയ്യാനോ റെഡിയാണ്. നമുക്ക് ആസ് എ പേഴ്സൺ ഇതൊരു പ്രൊഡക്റ്റ് ആണ്, നമ്മളിത് പർച്ചേസ് ചെയ്യാണെന്ന് പോലും നമുക്ക് തോന്നില്ല. വി ആർ ജസ്റ്റ് ട്രൈങ് ടു ഫിറ്റ് ഇൻ ടു എ ഗ്രൂപ്പ്. വി ഹ്യൂമൻസ് ആർ സോഷ്യൽ ബീയിങ്സ്. കാരണം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു ഡിസയർ ഉണ്ട്, ടു ബി പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു ട്രൈബിൻ്റെ, ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗമാവണം എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ളൊരു നീഡാണ്. നമ്മൾ അങ്ങനെയാണ് വയേർഡായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ബ്രാൻഡ്സിന് അറിയുന്നതുകൊണ്ട് തന്നെ അവർ നമ്മളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വെൽക്കം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. വി ഡോണ്ട് ഫീൽ ലൈക്ക് വി ആർ ബൈയിങ് തിങ്സ്, വി ആർ ഫീലിംഗ് വി ആർ പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. അതായത് ഒരു അത്ലീറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നൈക്ക് പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ദി ആർ പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. നീ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നീ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ആൻഡ് ഓൾസോ യു ആർ അഡിക്റ്റഡ് ടു ദ ഫീലിംഗ് ഓഫ് ദാറ്റ് എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ഡോപ്പാമിൻ റഷ്. ഈ ഒരു കാരണം കൊണ്ടുകൂടെയാണ് നീ വാങ്ങുന്നത്. ഓക്കെ, സംതിങ് ബെറ്റർ ഇസ് ഗോയിങ് ടു കം. ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആയിക്കോട്ടെ, നിനക്കത് കീഴിൽ കിട്ടുമ്പോൾ നീ ഹാപ്പി ആവും, നീ അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവും. ആ ഒരു കാര്യം കൊണ്ടുകൂടെ ആയിരിക്കും നീ വാങ്ങുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ആ എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഇമോഷൻ അവിടെ ഇല്ലാണ്ടാവാണ്. കാരണം നീ വിചാരിക്കും ദിസ് പ്രൊഡക്റ്റ് ഈസ് ഗോയിങ് ടു സോൾവ് യുവർ പ്രോബ്ലം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു. നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത് സിംറ്റംസിനെയാണ്, ബട്ട് ഇൻസ്റ്റെഡ് നമ്മൾ ആക്ച്വലി ട്രീറ്റ് ചെയ്യേണ്ട ദ റിയൽ പ്രോബ്ലം ആണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഫിറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹി ഹാവ് ടു പുട്ട് ഇൻ ദ വർക്ക്, ഹി ഹാവ് ടു എക്സസൈസ്, ഹി ഹാവ് ടു ഗോ ഫോർ എ റൺ. അതിന് അവന് ചിലപ്പോൾ ഒരു ഷൂ മതിയാവും, ഒരു എക്സ്പെൻസീവ് ഷൂവിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഒരാൾ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് ഉള്ള ഗിയേഴ്സ്, ഉള്ള ക്യാമറ, ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് അയാൾക്ക് കോണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രാൻഡ്സ് വിൽ ഓൾവേസ് പുഷ് ഹിം that you need better products to produce high quality content. മിക്കപ്പോഴും നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങുന്നുണ്ടാവുക when we are feeling bored, or when we are feeling lost, when we are feeling tired, when we are feeling lonely, depressed. നമ്മളിങ്ങനെ ഭയങ്കര ലോ ആയിട്ടുള്ളൊരു പൊസിഷനിലായിരിക്കും നമ്മൾ ചിലപ്പോൾ പ്രൊഡക്ട്സിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. വിൽ തിങ്ക് ദാറ്റ് ഗെറ്റിംഗ് ദിസ് പ്രൊഡക്റ്റ് വിൽ സോൾവ് അവർ പ്രോബ്ലം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൂട്ട് കോസിനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സോൾവ് ചെയ്യേണ്ടത്. ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് അപ്പം തന്നെ പർച്ചേസ് ചെയ്യുന്നതിന് പകരം വെയിറ്റ് ഫോർ 2 to 3 days. കാരണം നമ്മുടെ ഈ പർച്ചേസുകൾ ഇമോഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങുന്നത്. നമുക്ക് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഓക്കെ ഇത് വാങ്ങിയാൽ റെഡി ആവുമെന്ന് വിചാരിച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യും, ഇമ്പൾസീവായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിന് പകരം വെയിറ്റ് ഫോർ 2 to 3 days. നിനക്ക് അത് കഴിഞ്ഞിട്ടും ഇത് വാങ്ങണം, ഇത് നെസസറി ആണെന്ന് തോന്നുകയാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്, പർച്ചേസ് ചെയ്തോ. അതിന് മുന്നേ പർച്ചേസ് ചെയ്യരുത്.
അതുപോലെ തന്നെ ഇങ്ങനത്തെ മൈൻഡ്ലെസ് പേർച്ചേസുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അനാലജിയാണ് ദ മൗണ്ടെയിൻ ഹൈക്ക് ടെസ്റ്റ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഹൈക്കിന് പോവാണ്, ഓക്കെ, ഒരു മൗണ്ടെയിനിൽ ഒരു 2 ഡേ സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സുകളെല്ലാം നമ്മൾ ഒരൊറ്റ ബാക്ക് പാക്കിൽ ക്യാരി ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ പറയുന്ന പ്രൊഡക്റ്റ് നീ നിൻ്റെ ബാഗിൽ വെക്കുമോ? കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ മണി. നിനക്ക് ഈ ലിമിറ്റഡ് സ്പേസിനുള്ളിൽ നിൻ്റെ എനർജി, നിൻ്റെ മൈൻഡ് സ്പേസ് ഒക്കെ എടുക്കുന്ന കാര്യങ്ങളാണ് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നിനക്ക് അവിടെ കൊണ്ടുപോകേണ്ട റിയൽ ആയിട്ടുള്ള ഒരു ആവശ്യമുണ്ടോ, ഒരു നീഡ് ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഗുഡ്, യു ക്യാൻ പർച്ചേസ് ഇറ്റ്. കാരണം ഒരു മൗണ്ടനിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുപോകുള്ളൂ നമുക്കറിയാം. അപ്പോൾ അവിടെ ഇതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ, ഇതൊരു നെസസറി ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ബൈ ഇറ്റ്. ഈ പറഞ്ഞ 2 സ്ട്രാറ്റജീസും, മൗണ്ടെയിൻ ഹൈക്ക് ടെസ്റ്റും അതുപോലെ തന്നെ കാർട്ടിൽ ഇട്ടിട്ട് ഒരു 3 ഡേയ്സ് വെയിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനേക്കാളും മുന്നേ നീ പർച്ചേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് ആഡ് ഫ്രിക്ഷൻ. കാരണം ഈ ബ്രാൻഡ്സുകളെല്ലാവരും ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരാണ്. അതായത് 1 ടാപ്പ് ബൈ, പെട്ടെന്ന് നമുക്ക് പർച്ചേസ് നടത്താനുള്ള ഓപ്ഷൻസ് അവർ ഉണ്ടാക്കി തരാണ്. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസ് അവർ ഡേ ബൈ ഡേ കുറച്ച് കൊണ്ടുവരാണ്. അതിന് ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യും, കൂടുതൽ ആൾക്കാർ വാങ്ങും. അപ്പോൾ നീ ചെയ്യേണ്ടത് ഇതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ്. നീ കൂടുതൽ ഫ്രിക്ഷൻ ആഡ് ചെയ്യുക. ഇമാജിൻ നീ വാങ്ങുന്ന പ്രൊഡക്ട്സ് എല്ലാം ഗൂഗിൾ പേയിലൂടെ അല്ല നീ വാങ്ങുന്നത്. നീ ഡയറക്റ്റ് ക്യാഷ് എടുത്ത് വാങ്ങുകയാണെങ്കിൽ യു വുഡ്ന്റ് സ്പെൻഡ് മച്ച്. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ മണി, ഫിസിക്കൽ ക്യാഷ് കൊണ്ടാണ് നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ വിൽ ഫീൽ സംതിങ് ഈസ് ഗോയിങ് ഫ്രം അസ്, വി ആർ ലൂസിങ് സംതിങ് എന്ന് നമുക്കൊരു തോട്ട്, ഒരു ഫീലിംഗ് നമുക്ക് വരും. പക്ഷേ ഈ ഓൺലൈൻ പേയ്മെൻറ്റ്സ് നടത്തുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വരില്ല. ഓൺലൈൻ പേയ്മെൻറ്റ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു വിർച്വൽ പേയ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നില്ല. നമുക്ക് ആരോ ഗിഫ്റ്റ് അയച്ചു തരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, ഈവൻ ദോ വി ആർ ബൈയിങ് ഇറ്റ് ഫോർ അവർ സെൽഫ്. അപ്പോൾ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഫ്രിക്ഷൻ ആയിട്ട് തോന്നുന്നത് ആഡ് ചെയ്യുക. മേ ബി ഗൂഗിൾ പേ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷനില്ലേ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഏതാണെങ്കിലും അത് അൺഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നീ ആഡ് ചെയ്തിരിക്കുന്ന കാർഡുകളല്ലേ, സേവ് ചെയ്തിട്ടുള്ള കാർഡ് ഡീറ്റെയിൽസ്, അതൊക്കെ ഇറേസ് ചെയ്യുക. അപ്പോൾ നീ മാനുവലി ഓരോ തവണ എൻ്റർ ചെയ്യേണ്ടി വരുമ്പോൾ ഒബ്വിയസ്ലി നീ അത് ചെയ്യൂല. അപ്പോൾ യു വിൽ ജസ്റ്റ് ക്യാൻസൽ, നീ അത് വേണ്ടെന്ന് വെക്കും. അപ്പോൾ ഇത്രയുള്ള കാര്യം വളരെ സിമ്പിളാണ്. ഫ്രിക്ഷൻ ആഡ് ചെയ്യുക, ഒരു 3 ഡേയ്സ് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മൗണ്ടെയിൻ ഹൈക്ക് ടെസ്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് ഐ അപ്രീഷിയേറ്റ് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കാരണം മെജോറിറ്റി ആൾക്കാരും ഇത് റിയലൈസ് ചെയ്യുന്നില്ല. അവർ വാങ്ങുന്നത് ഇമ്പൾസീവായിട്ടാണെന്നോ, അവർ വാങ്ങുന്നത് അവർക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റ് ആണെന്നോ അവർ ചിന്തിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ നീ ആണെങ്കിൽ ഇത് മനസ്സിലാക്കുന്നുണ്ട്. യു ആർ ട്രൈങ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ആൻഡ് യു ഗോട്ട് ദിസ്.